ഐ ഡോണ്ട് നോ ദ എക്സാക്ട് എമൗണ്ട്. എന്തായാലും 3 ലാക്ക് അബവ് നമുക്ക് അതിനകത്തുനിന്ന് റവന്യൂ വൈസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാം, നമുക്ക് അതിനകത്തുനിന്ന് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ക്ലെയിംസ് ഒക്കെ നമുക്ക് ഓഫർ ചെയ്യാറുണ്ട്. നമുക്ക് 1 മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കാം, 2 ലക്ഷം രൂപ ഉണ്ടാക്കാം. സോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ക്ലെയിംസ് ഒക്കെ വരാറുണ്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ തന്നെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് അത് സെല് ചെയ്യുന്നു, അതിനകത്ത് എന്ത് കിട്ടി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇന്ന് അതിന്റെ എക്സ്പീരിയൻസ്, അതായത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഷെയർ ചെയ്യാമാണ്. സോ യു ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഇസ് ഇറ്റ് എ പോസിബിൾ തിങ് ഓർ നോട്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമോ അല്ല എന്നുള്ളത്. സോ നമുക്ക് അത് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇപ്പം നമ്മൾ നേരെ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീനിൽ ഫുള്ള് കാണാം. സോ ഇപ്പം നമ്മൾ ഇത് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ജനുവരിയിൽ, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ജനുവരിയിലൊന്നും ഞാൻ അത്ര ഫോക്കസ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് അതിന് ശേഷം എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിലാണ് നമ്മൾ ആ സാധനം സ്റ്റാർട്ട് ചെയ്തത് മര്യാദയ്ക്ക്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഡിസംബർ 1 വരെ ഞാൻ ചെയ്തു ആ സാധനം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഓൾമോസ്റ്റ് നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടിയത് 59,722 728 നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. ബട്ട് ദിസ് ഈസ് നോട്ട് എ പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പ്രോഫിറ്റ് ആണെന്ന്. ഒരിക്കലും അല്ല, ഇതൊരിക്കലും പ്രോഫിറ്റ് അല്ല. ബിക്കോസ് ഇത് നമ്മൾ ജസ്റ്റ് ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന ക്യാഷാണ്. ഇത് കണ്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് കംപ്ലീറ്റ്ലി ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന ഫണ്ടാണ്. കണ്ടില്ലേ, ഇത്രയും അക്കൗണ്ടിലേക്ക് വന്ന പൈസയാണ്. ബട്ട് ദിസ് ഈസ് പ്യുവർ എക്സ്പെൻസ്. കാരണം നമ്മൾ ഇത് ചെയ്തത്, മാർക്കറ്റ് ചെയ്തത് ഫുള്ള് ഫേസ്ബുക്ക് ആഡ് ചെയ്തിട്ടാണ്, അല്ലാതെ ഓർഗാനിക്കലി അല്ല. നിങ്ങൾക്കത് ഓർഗാനിക്കലി ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്യുവർ പ്രോഫിറ്റ് ആയിട്ട് വരും. ബട്ട് ഇത് നമ്മൾ ചെയ്തത് പ്യുവർലി ഫ്രം പെയ്ഡ് ആഡ്സ് വെച്ചിട്ടായിരുന്നു, ഫേസ്ബുക്ക് ആഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് പ്യുവർലി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. ബിക്കോസ് ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഏതെങ്കിലും ഒരാളുടെ കോഴ്സ് എടുത്തിട്ടോ അങ്ങനെയൊന്നും സെൽ ചെയ്തതല്ല. ഞാൻ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, എനിക്ക് മാർക്കറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ട്. സോ അത് വെച്ചിട്ട് ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ ക്ലയൻസിനെ അക്വയർ ചെയ്യണം, എങ്ങനെയാണ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓട്ടോമേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയുള്ള രീതിയിൽ ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു എക്സൽ ഷീറ്റ് ബിൽഡ് ചെയ്തു. ഞാൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത പ്രൊഡക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഇ ബുക്ക് ഉണ്ടാക്കി. ഇ ബുക്കിൽ ഒരു കേസ് സ്റ്റഡി ആയിരുന്നു. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് ഞാൻ ചെയ്ത ക്ലയൻസിന് റിസൾട്ട് ഉണ്ടാക്കിയ സ്ട്രാറ്റജീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജീസ് വെച്ചിട്ട് ക്ലയൻസിന് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഇ ബുക്ക് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള എക്സൽ ഷീറ്റ് ഞാൻ തന്നെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ, ഇ ബുക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇ ബുക്കിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലും കൂടി ഇതിൻ്റെ ഒപ്പം സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ 3 സാധനങ്ങളൊക്കെ മറ്റേ ഇതിനകത്ത് സെല് ചെയ്തത്. അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് അതിനകത്തുനിന്ന് കിട്ടിയ മൊത്തം സെയിൽസ് ആണ് ഈ പറഞ്ഞ പോലെ ഈ എമൗണ്ട്, അതായത് ഈ 59,728 രൂപ. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് എങ്ങനെ സെല് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആഡ്സ് വെച്ചിട്ടായിരുന്നു. ഐ വിൽ ഷോ യു, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ ആഡ് അക്കൗണ്ട്. ഇതാണ് നമ്മൾ ക്ലയൻസിന് റൺ ചെയ്ത എൻ്റെ ആഡ് അക്കൗണ്ടിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത എമൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്തുനിന്നാണ് നമുക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ വന്നത്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് പെർ പർച്ചേസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ ആണ്. ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വേറൊരാളുടെ കോഴ്സ് എടുത്തിട്ടല്ല നമ്മൾ സെല് ചെയ്യണം. നമ്മൾ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ്, അതായത് നമ്മുടെ കസ്റ്റമറാണത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ കസ്റ്റമറിന് അവരുടെ പ്രോബ്ലം ഇത് വെച്ചിട്ട് നമ്മൾ സെല് ചെയ്യുമ്പോൾ, ബിക്കോസ് ഞാൻ ഇതുകൊണ്ട് പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് ട്രൈ ചെയ്യണം, അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടണം, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ട്രൈ ചെയ്തതിൻ്റെ റീസൺ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ടും കാര്യങ്ങളും അതൊക്കെയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മളിപ്പോൾ ഒരു 99 പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ അതിനകത്ത് 273 പർച്ചേസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആകും. 100 താഴെങ്കിലും മിനിമം വന്നാലേ നമുക്ക് എന്തെങ്കിലും അതിന് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടുള്ളൂ. അത് കൂടുതലായിരുന്നു. ഡെയിലി ബഡ്ജറ്റ് 1000 ഇട്ട് എടുത്തിട്ടായിരുന്നു അവസ്ഥ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ പക്ഷേ ഇതിനകത്ത് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും അല്ല എനിക്ക് ഇതിനകത്ത് നിന്ന് പ്രോഫിറ്റ്സ് ഉണ്ടാക്കി തന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും ഓൾമോസ്റ്റ് 59K, അതായത് 60K അടുത്ത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് നമുക്ക് ഓൾമോസ്റ്റ് സെയിൽസ് കംപ്ലീറ്റ് ആയത് ഓൾമോസ്റ്റ് ഒരു 500+ സെയിൽസ് കംപ്ലീറ്റ് ചെയ്തു. അതായത് 500+ പ്രൊഡക്ട്സ് സെല്ലായി. അപ്പോൾ എക്സാക്റ്റ് എമൗണ്ട് ഒന്നുമല്ല, ബിക്കോസ് ലൈക്ക് അതിനകത്ത് നമ്മൾ ആപ്പ് സെൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് കയറുമ്പോൾ വേറൊരു പ്രൊഡക്റ്റും കൂടെ ആപ്പ് സെയിൽസ് വന്നിട്ടുണ്ട്. സോ അതിന് എക്സ്ട്രാ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് റവന്യൂസ് എക്സ്ട്രാ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. സോ ബട്ട് ഇറ്റ്സ് നോട്ട് പ്രോഫിറ്റബിൾ. കാരണം ഞാൻ കാണിച്ചു തന്നാലും നമുക്ക് ആഡ് സ്പെൻഡ് ചെയ്ത എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വി ആർ നോട്ട് പ്രോഫിറ്റബിൾ ആൻഡ് ദാറ്റ് തിങ്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ സെയിൽസ് നടന്ന ക്ലയൻസിൻ്റെ അടുത്ത് ഓരോരുത്തരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി,
ഒരു 1 ഡേ 2 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഫോൺ നമ്പർ കിട്ടിയ എല്ലാവരോടും നമ്മൾ പേഴ്സണലി വിളിക്കാൻ തുടങ്ങി. അതായത് ഹലോ, ലൈക്ക് നിങ്ങൾ ഇങ്ങനെ ഈ പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എവരി വൺ വിൽ ബി സർപ്രൈസ്ഡ്. ബിക്കോസ് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ ഒരു മാർക്കറ്റിൽ എല്ലാവരും ഡിജിറ്റൽ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ആവാം, എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ സെല് ചെയ്യും. ബട്ട് യു ഡോണ്ട് ടേക്ക് ദ ഫീഡ്ബാക്ക് ഓഫ് ഈച്ച് ആൻഡ് എവരി ക്ലയൻസ്. എല്ലാവരും ചെയ്യുന്ന സംഭവം ഇതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ കുറേ ക്ലയൻസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ സെയിം എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടംപോലെ ഡിജിറ്റൽ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം വെൻ സമ്മൺ ഈസ് കോളിങ് മീ. അതായത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കോൾ തന്നെ ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ടും പിന്നെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ലൈക്ക് നമുക്ക് ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക്സ് കിട്ടാൻ തുടങ്ങി. ലൈക്ക് അവർ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്, അത് ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അങ്ങനെ നമ്മൾ വേറെ ആളും ചോദിക്കാറില്ല. എല്ലാവരും ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല് ചെയ്യും, അത് കാശുണ്ടാക്കും, അതിനുശേഷം നമ്മൾ ഇട്ടിട്ട് അങ്ങ് പോകും. ക്ലയൻസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറൊന്നുമില്ല. ബട്ട് ഞാനത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്കം ആണ് കിട്ടിയത്. അതായത് ക്ലയൻസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഓ മൈ ഗോഡ്, ഐ എം ഗെറ്റിംഗ് സർപ്രൈസ്ഡ്. ബിക്കോസ് അവർക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരതിനകത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാനും അത് എൻജോയ് ചെയ്തു ശരിക്കും. ബിക്കോസ് ലൈക്ക് നമുക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്, നമ്മളിത് ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യണത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചോദിക്കാൻ തുടങ്ങി, അതിൻ്റെ അപ്ഡേറ്റ്സ് എടുത്ത് തുടങ്ങി. അപ്പോൾ എല്ലാവരും നല്ല നല്ല ഫീഡ്ബാക്കും തരണം തുടങ്ങി. ലൈക്ക് അവർ കണ്ടു ഭയങ്കര യൂസ്ഫുൾ ആണ്, ഇതൊരു 3ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ കണ്ടന്റും, പിന്നെ അതുപോലെ ഈ ബുക്ക് ആണെങ്കിലും, പിന്നെ അതുപോലെ ലൈക്ക് ആ ഒരു കേസ് സ്റ്റഡി ആണെങ്കിലും, പിന്നെ നമ്മുടെ എക്സൽ ഷീറ്റ് ആണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു എല്ലാവരും. ഇതൊക്കെയാണ് നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ 99 റുപ്പീസിൽ. സോ അതിനുശേഷം നമുക്ക് ക്ലയൻസ് ഇങ്ങോട്ടേക്ക് അവരുടെ പ്രോബ്ലംസ് പറയാൻ തുടങ്ങി. നമ്മളൊരു 1-to-1 കൺസൾട്ടേഷൻസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നമാണ്, ഞങ്ങൾക്ക് ലീഡ്സ് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്, ഞങ്ങളുടെ മാർക്കറ്റിംഗ് സ്റ്റക്കാണ്, ഞങ്ങൾ ഓൾറെഡി ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏജൻസി കൊടുത്തിട്ട് 30K 40K കൊടുത്തു, അത് വേസ്റ്റ് ആയി. സോ ഇങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസുകൾ പറയാൻ തുടങ്ങി. സോ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സർവീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഓരോരുത്തരുടെയും ബാഡ് എക്സ്പീരിയൻസിനെ നമ്മളൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ പുതിയ പ്രൊഡക്റ്റും സർവീസും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് അതായത് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് സൈഡിൽ എന്ത് ഹെൽപ്പാണ് വേണ്ടത് അവർക്ക് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ചിലർക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിലർക്ക് സെയിൽസിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സെയിൽസ് വൈസിൽ നമുക്ക് എങ്ങനെ സെയിൽസ് ഓട്ടോമേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. സോ അതൊക്കെയാണ് നമുക്ക് അതിനകത്തുനിന്ന് വന്ന സംഭവങ്ങൾ. അതായത് ഈ 50Kയുടെ അബോവ് നമ്മൾ ഓൾമോസ്റ്റ് 1 lakh അബോവ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആഴ്ച. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 59-60K അടുത്താണ്. അതായത് 40K ഇൻ ലോസ് ആണ്. ബട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറേ ക്ലയൻസ് കിട്ടി. അതായത് ഈ 500+ ഫീച്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തിരുന്ന നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ സർവീസിന് വന്ന കുറേ ക്ലയൻസ് ഉണ്ടായിരുന്നു. മന്ത്ലി റെക്കറിംഗ് ആയിട്ട് ഓരോ മാസവും 20K 30K തരാൻ വേണ്ടിയിട്ടുള്ള ക്ലയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞവർക്ക് സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കാനുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതിനകത്തുനിന്ന് റവന്യൂ കിട്ടി. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ സെയിൽസ് വൈസ് പ്രോബ്ലംസ് ഉള്ളവർക്കും അത് നമ്മൾ പിച്ച് ചെയ്തു. അവർക്കും അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ ഓവറോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രം നമുക്ക് ഓൾമോസ്റ്റ് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഐ ഡോണ്ട് നോ ദ എക്സാക്ട് എമൗണ്ട്, എന്തായാലും 3 lakh അബോവ് നമുക്ക് അതിനകത്തുനിന്ന് റവന്യൂ വൈസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇറ്റ്സ് നൈറ്റ് ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല. ഈ ഒരു എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ മുതൽ ഈ ഡിസംബർ 1st വരെ നമുക്ക് കിട്ടിയ ക്യാഷ് കളക്ഷനാണ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് തരാനുള്ള ക്ലയൻസിൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ക്യാഷ് കളക്റ്റായി, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്ലയൻസ് ഇട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് നമുക്ക് നമ്പേഴ്സ് വൈസും റവന്യൂ വൈസും ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിൽ ഇത്ര കിട്ടി എന്ന് പറയാൻ പറ്റും. അത്ര എമൗണ്ടാണ് നമുക്ക് ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്തത്. സോ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റാണ് സെല് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ഞാൻ ഈ വീഡിയോയുടെ മേജർ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, മറ്റുള്ളവരെ കോഴ്സ് സെല് ചെയ്യാതെ, വേറൊരാളുടെ വീഡിയോ റെക്കോർഡ് കോഴ്സ് ഒന്നും സെല് ചെയ്യാതെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങളത് സെല് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനകത്ത് നിന്നുള്ള ഫീഡ്ബാക്സ് എടുത്ത് വെക്കുക. അപ്പോൾ ക്ലയൻസ് നിങ്ങളുടെ അടുത്ത് പറയുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി നൈസ് ആൻഡ് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വലിയ ഹാപ്പിനെസ് ഉണ്ടാക്കി തരുന്നത് അത് തന്നെയായിരിക്കും ഒന്നാമത്തെ റീസൺ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളും കുറേ കാര്യങ്ങൾ പഠിക്കും. നിങ്ങളുടെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അപ്സ്കില്ലാവും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ക്ലയൻസും ഹാപ്പി ആയിരിക്കും നിങ്ങളോട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടും. സോ അതുവഴി നമുക്ക് ഓൾ ഇന്ത്യ ഒരു കണക്ഷൻസ് ബിൽഡ് ആയിട്ടുണ്ട്. അതായത് ഫ്രം കേരള ടു രാജസ്ഥാൻ. അതായത് ഇപ്പോഴും നമ്മളോട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് ഉണ്ട്, രാജസ്ഥാനിൽ നിന്ന് നമുക്ക് ക്ലയൻറ്റ് ഉണ്ട്. സോ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ബേസ് നമുക്ക് ഇതായി വരും. അതായത് കുറേ കണക്ഷൻസ് ബിൽഡ് ആവും. പിന്നെ അതുപോലെ കുറേ ക്ലയൻസിനെ കിട്ടും. എല്ലാവരെയും പേഴ്സണൽ എക്സ്പീരിയൻസുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആവും. നല്ല നല്ല കമ്പനീസ് കിട്ടും. അതായത് വലിയ കമ്പനീസ് വരെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അതാണ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. സോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാം. അതല്ലാതെ വേറെ ആളുടെ സാധനം സെല് ചെയ്യാതെ നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ സെല് ചെയ്യാം. അതുപോലത്തെ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ഞാൻ വെരി ക്യൂരിയസ് ആണ്.
അപ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.